PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGS 2024 രണ്ടാം ഘട്ട പരീക്ഷ നാളെ എഴുതാൻ പോകുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സും കൂടിയാണ് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഈ ക്ലാസ് മുഴുവനായിട്ടും കണ്ടിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ LGSന് വേണ്ടി ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ ഇന്ന് നമ്മൾ നിയമനങ്ങൾ, കേരളത്തിലെ നിയമനങ്ങൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട് കാലത്ത്, അർച്ചന മിസ്സിൻ്റെ ക്ലാസ്. അപ്പോൾ അതും നിങ്ങൾ കണ്ടിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് ചെന്നൈ. ചെന്നൈയിലാണ് ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആണ്, മുംബൈ. ദെൻ വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാലും എവിടെ തന്നെയാണ്? മുംബൈ തന്നെയാണ്, മുംബൈ തന്നെയാണ് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം. ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ, ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് കൊൽക്കത്തയാണ്, കൊൽക്കത്തയാണ്. ദെൻ നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം, നോർത്തേൺ റെയിൽവേയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി ആണ് എന്ന് ഓർത്തിരിക്കുക. സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ, വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ, ഈസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം കൊൽക്കത്ത, നോർത്തേൺ റെയിൽവേയുടേത് ന്യൂഡൽഹി, ദക്ഷിണ റെയിൽവേയുടേത് സതേൺ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെന്നൈ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലം. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ സ്ഥലമാണ് മാഹി, മാഹി. അപ്പോൾ പുതുച്ചേരിയുടെ ഭാഗമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മാഹി, മാഹി നമുക്കറിയാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ അതുപോലെ കാരയ്ക്കൽ, കാരയ്ക്കൽ എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ദെൻ യാനം, യാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ പുതുച്ചേരിയുടെ ഭാഗമായ കേരളത്തിലെ ഭാഗമായ പ്രദേശങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാഹി, കാരയ്ക്കൽ, യാനം. അത് മാഹി എന്ന് പറയുന്നത് കേരളത്തിലെ സ്ഥലമാണ്, കാരയ്ക്കൽ തമിഴ്നാട്, യാനം ആന്ധ്രാപ്രദേശ് എന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്രയാണ്, ബ്രഹ്മപുത്ര. ഇനി ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് ചോദിക്കാറുണ്ട്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താ? സാങ്പോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, സാങ്പോ. ദെൻ ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര് ചോദിച്ചാൽ ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ജമുന. ദെൻ അരുണാചൽ പ്രദേശ്, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്ന പേരാണ് ദിഹാങ്, ദിഹാങ്. അപ്പോൾ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അതുപോലെ ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോ, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന, അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ദെൻ ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം. ഭാരതത്തിൻ്റെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്നത് ഓപ്ഷൻ സി 2008 നവംബർ. ഓപ്ഷൻ സി 2008 നവംബർ 4 ദേശീയ നദിയായിട്ട് ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. ഇനി സ്ഥിരം ചോദിക്കുന്നതാണ്, നമ്മുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം. 1972. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് 1972. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം 1963. ദെൻ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ചത്, നമ്മുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ചത് 2010. ദെൻ നമ്മുടെ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത് എന്ന്. ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ചത് 1950 ജനുവരി 24. അതേ ദിവസം തന്നെയാണ് ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ അംഗീകരിച്ചതും. അപ്പം ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിച്ചതും ദേശീയ ഗീതമായി വന്ദേ മാതരത്തെ അംഗീകരിച്ചതും 1950 ജനുവരി 24. ദെൻ നമ്മുടെ ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാകയെ അംഗീകരിച്ചത്, ദേശീയ പതാകയായ ത്രിവർണ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1947 ജൂലൈ 22. നമ്മുടെ ദേശീയ ജലജീവിയായിട്ട്
ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത്? ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത് 2009 2009. ഇത്രയും വർഷങ്ങൾ ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിക്കും. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെ? നമുക്ക് കോഡിലൂടെ പഠിക്കാം. MTയും MGRും JCB വാങ്ങിച്ചു എന്നുള്ളൊരു കോഡ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എം എന്ന് പറഞ്ഞാൽ മിസോറാം ആണ് എം. ദെൻ T എന്ന് പറയുന്നത് ത്രിപുര. അടുത്ത M മധ്യപ്രദേശ്. G എന്ന് പറയുന്നത് ഗുജറാത്ത്. R എന്ന് പറയുന്നത് രാജസ്ഥാൻ. J എന്ന് പറയുന്നത് ജാർഖണ്ഡ്. C എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ്. B എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ ആണ്. വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇതാണ് 8 സംസ്ഥാനങ്ങൾ. ഉത്തരായന രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ മിസോറാം, ത്രിപുര, മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവയാണ്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഓപ്ഷൻ D ആണ്. നർമ്മദ നദിയാണ്. അപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദാ നദിയും താപ്തി നദിയുമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. അതിലേറ്റവും വലിയ നദി ചോദിച്ചു കഴിഞ്ഞാൽ നർമ്മദയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ വലുത് നർമ്മദാ നദിയാണ്. നർമ്മദാ നദിയുടെ ഉത്ഭവം ചോദിച്ചാൽ അമർഖണ്ഡക് പീഠഭൂമിയിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്നത്, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ചോദിച്ചാലും നർമ്മദാ നദിയാണ്. അതുപോലെ വിന്ധ്യ സത്പുര താഴ്വരകൾക്കിടയിലൂടെ ഒഴുകുന്ന, വിന്ധ്യ പർവ്വത നിരകൾക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെയാണ്? നർമ്മദ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ നർമ്മദാ നദിയുടെ പോഷക നദികൾ ഏതൊക്കെ ചോദിക്കാറുണ്ട്. നർമ്മദാ നദിയുടെ പോഷക നദികളാണ് ഹിരൺ എപ്പോഴും ചോദിക്കുന്നതാണ്. ദെൻ ഷേർ എന്ന് പറയുന്നത്, ബഞ്ചർ ഇതൊക്കെ എന്താണ്? നർമ്മദാ നദിയുടെ പോഷക നദികളാണ്. ഹിരൺ, ഷേർ, ബഞ്ചർ എന്നിവ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദയാണ്. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് നർമ്മദാ നദിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ A ആണ്, ഉത്തർപ്രദേശ്. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്, നമുക്കൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. ആദ്യം നെല്ലിൻ്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാനയാണ്. നെല്ലുൽപാദനത്തിൽ 1-ാം സ്ഥാനം. 2-ാം സ്ഥാനം ഉത്തർപ്രദേശ്. 3-ാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ. നെല്ലുൽപാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്നത് തെലങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നിവയാണ്. ദെൻ ഗോതമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തർപ്രദേശ്. 2-ാം സ്ഥാനം മധ്യപ്രദേശ്. 3-ാം സ്ഥാനം പഞ്ചാബ്. ദെൻ ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്ത് രാജസ്ഥാൻ, 2-ാം സ്ഥാനം കർണാടക, 3-ാം സ്ഥാനം മധ്യപ്രദേശ് ആണ്. ചെറുധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം രാജസ്ഥാൻ, 2-ാം സ്ഥാനം കർണാടക, 3-ാം സ്ഥാനം മധ്യപ്രദേശ്. ഇനി ചോളത്തിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടക, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബീഹാർ, 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് മധ്യപ്രദേശ് ആണ്. ദെൻ പയറുവർഗത്തിന്റെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം മധ്യപ്രദേശ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്ര, 3-ാം സ്ഥാനം രാജസ്ഥാൻ എന്നിവയാണ്.
ഇനി നമ്മുടെ 2022-23 കണക്കുകൾ പ്രകാരം ഉൽപാദനത്തിന്റെ തോതനുസരിച്ചിട്ടുള്ള ശരിയായ ക്രമം ചോദിച്ചു കഴിഞ്ഞാലും ഇതുതന്നെയാണ്. 1-ാം സ്ഥാനത്ത് നെല്ല്, 2-ാം സ്ഥാനം ഗോതമ്പ്, 3-ാം സ്ഥാനത്ത് ചെറുധാന്യങ്ങൾ, 4-ാം സ്ഥാനത്ത് ചോളം, 5-ാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങൾ. ഇതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ 1-ാം സ്ഥാനത്ത് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ആർക്കാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപാദനത്തിനാണ് പ്രസിദ്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്ന് പറയുന്നത് വജ്രത്തിൻ്റെ ഉൽപാദനത്തിന് പ്രസിദ്ധമായതാണ്. ഇനി കോളാർ ഖനി എന്ന് പറയുന്നത് സ്വർണ്ണഖനിയാണ്. സ്വർണ്ണഖനിക്ക് പ്രസിദ്ധമായതാണ് കോളാർ ഖനി. കോളാർ ഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണഖനിയാണ് കോളാർ. അതേപോലെ ഹട്ടി എന്ന് പറയുന്നതും സ്വർണ്ണഖനിയാണ്, കർണാടകയിൽ തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ജാറിയ, അതുപോലെ റാണിഗഞ്ച്, ഇത് രണ്ടും കൽക്കരി ഖനിയാണ്. കൽക്കരി ഖനികളാണ് ജാറിയ, റാണിഗഞ്ച് എന്നിവ. അതിൽ ജാറിയ എന്ന് പറയുന്നത് ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജാർഖണ്ഡ്. റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അതേപോലെ ജാദൂഗുഡ എന്ന് പറയുന്നത് യുറേനിയം ഖനിയാണ്. ജാദൂഗുഡ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു ധാതു അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് രാസവള വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പരുത്തിത്തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ചോദിച്ചാൽ പരുത്തിത്തുണി വ്യവസായമാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മുംബൈ ആണ്. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ചോദിച്ചാൽ മുംബൈ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ അദ്ദേഹം ഗാന്ധിജിയുടെ മാത്രമല്ല സരോജിനി നായിഡുവിൻ്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും ഗുരു ആരാന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ തന്നെയാണ്. ഗാന്ധിജിയുടെയും സരോജിനി നായിഡുവിൻ്റെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. എന്നാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ബാലഗംഗാധര തിലകിൻ്റെയും ഗുരുവാണ് എം.ജി. റാനഡെ ആണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെയും ബാലഗംഗാധര തിലകിൻ്റെയും ഗുരു എന്ന് പറയുന്നത്. ഇനി സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാന്ന് ചോദിക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു എന്ന് പറയുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാന്ന് ചോദിച്ചാൽ C.R. ദാസ് ആണ്. C.R. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഓപ്ഷൻ ഡി മുംബൈ സമ്മേളനം. പിന്നെ ഇവിടെ സ്ഥിരം ചോദിക്കുന്നതാണ് ലാഹോർ സമ്മേളനത്തിന്റെ വർഷം 1929. ആരാണ് അധ്യക്ഷനായിരുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് ഏത്? 1929 ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. അടുത്തത്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ധാക്കയിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. അതേപോലെ തന്നെ അനുശീലൻ സമിതി എവിടെയാണെന്ന് ചോദിച്ചാലും ധാക്കയിലാണ്. അനുശീലൻ സമിതി രൂപീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാലും ധാക്കയിൽ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊണ്ടത് എവിടെയാണ്?
കൊൽക്കത്തയിലാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപം കൊണ്ടത്. ഇനി ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദാർ പാർട്ടി രൂപം കൊള്ളുന്നത്. ഈ കൊൽക്കത്തയിൽ തന്നെയാണ് യങ് ബംഗാൾ മൂവ്മെന്റ് രൂപം കൊള്ളുന്നത് കേട്ടോ. യങ് ബംഗാൾ മൂവ്മെന്റ് രൂപം കൊള്ളുന്നതും കൊൽക്കത്തയിൽ തന്നെയാണ്. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക്. എന്നാൽ തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ എവിടെയാണ്? അടയാർ. ഇന്ത്യയിലെ അടയാറിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊള്ളുന്നത്. അടുത്ത ചോദ്യം, ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആര്? ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിക്കാറുണ്ട്. അലി സഹോദരന്മാരാണ്. ആരാണ് ഈ അലി സഹോദരന്മാർ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അലി സഹോദരന്മാർ. ഇനി ഗാന്ധിജി നേതൃത്വം നൽകിയിട്ടുള്ള സമരങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ തന്നെ ഖേഡ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം. അതിൽ ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917 ബീഹാറിലാണ് വരുന്നത്. ഖേഡയും അഹമ്മദാബാദ് തുണിമിൽ സമരവും 1918 ഗുജറാത്തിലാണ്. രണ്ടും വരുന്നത് ഗുജറാത്തിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ബാലഗംഗാധര തിലക് മറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. കൂടാതെ മറാത്ത എന്ന് പറയുന്ന പത്രവും ആരുടെ തന്നെയാണ്? ബാലഗംഗാധര തിലകിന്റെ പത്രം തന്നെയാണ് മറാത്ത രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഭാഷ. അപ്പോൾ ബാലഗംഗാധര തിലകിന്റെ പത്രങ്ങളാണ് കേസരി, മറാത്ത എന്നിവ. അതിൽ കേസരി എന്ന് പറയുന്നത് മറാത്തി ഭാഷയിലും മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് രചിച്ചിരിക്കുന്നത്. ബാക്കി ഇവിടെ തന്നിരിക്കുന്ന യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, കൂടാതെ ഹരിജൻ, നവജീവൻ എന്നിങ്ങനെയുള്ള പത്രങ്ങൾ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടേതാണ്. ഗാന്ധിജിയുടെ പത്രങ്ങളാണ് യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ എന്നിവ ഗാന്ധിജിയുടേതാണ്. പിന്നെ നമ്മളോട് ചോദിക്കുന്നതാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്. ന്യൂ ഇന്ത്യ, കോമൺവീൽ ആരുടെയാണ്? ആനി ബസന്റിൻ്റെതാണ്. ബംഗാളി എന്ന് പറയുന്ന പത്രം ചോദിക്കാറുണ്ട്. ബംഗാളി എന്ന് പറയുന്ന പത്രം ആരുടെയാ? സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പത്രം വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ SCERT ബേസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. അതും നമ്മൾ SCERT പഠിച്ചിട്ടുള്ളതാ. അടുത്തത് 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, VK കൃഷ്ണമേനോനാണ്. 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി VK കൃഷ്ണമേനോൻ ആയിരുന്നു. ഈ ഗോവ വിമോചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി VK കൃഷ്ണമേനോനെ കുറിച്ച് 2 പോയിന്റ്സും കൂടെ ഓർത്തിരിക്കുക. 1962 ഇൻഡോ ചൈന യുദ്ധം നടക്കുമ്പോൾ ആ സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ VK കൃഷ്ണമേനോനാണ്. അതുപോലെ പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി ചോദിച്ചാലും ആരാണ്? VK കൃഷ്ണമേനോനാണ്. പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി ചോദിച്ചാലും 1962 ഇൻഡോ ചൈന യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ചോദിച്ചാലും 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ചോദിച്ചാലും എല്ലാം VK കൃഷ്ണമേനോൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 1965 ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആരായിരുന്നു പ്രതിരോധ മന്ത്രി എന്ന് ചോദിച്ചാൽ YB ചവാനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്?
ദുർഗേശ നന്ദിനി എന്ന് പറയുന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി തന്നെയാണ് ദുർഗേശ നന്ദിനി കൂടാതെ ആനന്ദമഠം എല്ലാം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഈ ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? വന്ദേ മാതരം എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ആനന്ദമഠത്തിൽ എന്താണ് പ്രമേയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സന്യാസി കലാപം പ്രമേയമാക്കിയിട്ടുള്ള കൃതിയാണ് ആനന്ദ മഠം എന്ന് പറയുന്നത്. വന്ദേ മാതരം എഴുതിയിരിക്കുന്ന ഭാഷ ചോദിക്കാറുണ്ട്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് വന്ദേ മാതരവും അതുപോലെ ജനഗണമനയും എല്ലാം എഴുതിയിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നത്. ഇവിടെ ആന്ധ്രാപ്രദേശ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് എന്നായതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ ആണ്, 1956. ശരിക്കും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്ര സംസ്ഥാനമാണ്. അത് 1953 ഒക്ടോബർ 1 രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് അത് ആന്ധ്രാപ്രദേശ് എന്ന പേരിലോട്ട് മാറുന്നത് എപ്പോഴാണ്? 1956 നവംബർ 1. അപ്പോൾ ഈ 1956 നവംബർ 1 രൂപീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 14 സംസ്ഥാനങ്ങളാണ് 1956 നവംബർ 1 രൂപീകരിക്കപ്പെട്ടത്. അതിൽ ഏറ്റവും ഒടുവിൽ രൂപീകരിക്കപ്പെട്ട 2014 രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത് അവസാനം രൂപീകരിക്കപ്പെട്ടതാണ്. തെലങ്കാന രൂപീകരിക്കപ്പെട്ടത് 2014 ജൂൺ 2 ഓർത്തിരിക്കുക. 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളാണ് രൂപീകരിക്കപ്പെട്ടത്. ഇനി ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നോയിഡയാണ്. അപ്പോൾ നമുക്കറിയാം ജലഗതാഗതം എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ്. എന്ന് പറയുന്നത് ജലഗതാഗതമാണ്. ഈ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട്. വർഷം 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി നിലവിൽ വരുന്നത്. എന്നാൽ ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പാട്നയാണെന്ന് ഓർത്തിരിക്കുക. ദേശീയ ഉൾനാടൻ ജലഗതാഗത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം പാട്നയാണ്. ദേശീയ ജലഗതാഗത നിയമം വരുന്നത് 2016. ദേശീയ ജലഗതാഗത നിയമം ചോദിച്ചു കഴിഞ്ഞാൽ 2016. അടുത്ത ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല എന്ന് പറയുന്നത് വ്യവസായ മേഖലയ്ക്കാണ് ഊന്നൽ നൽകുന്നത്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? കാർഷിക മേഖല അല്ലെ, കാർഷിക മേഖലയ്ക്കും ജലസേചനത്തിനും ഒക്കെയാണ് ഊന്നൽ നൽകുന്നത്. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത്, 56 വരെ. ദെൻ അത് കഴിഞ്ഞ് 56 മുതൽ 61 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനാണ് ഊന്നൽ നൽകിയതെന്ന് പറഞ്ഞു. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയുമാണ്. ഇനി PSC സ്ഥിരം ചോദിക്കുന്നതാണ്, അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. പിന്നെ ചോദിക്കുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ചോദിക്കാറുണ്ട്. മാനവശേഷി വികസനമാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മാനവശേഷി വികസനമാണ്. ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പിന്നെ ചോദിക്കുന്നത് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സമഗ്രമായ വളർച്ച, അതായത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു 11ാം പഞ്ചവത്സര പദ്ധതി. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനം. ഇതാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള പഞ്ചവത്സര പദ്ധതികളും ലക്ഷ്യങ്ങളും. അടുത്ത ചോദ്യം, മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് കെ ജയകുമാർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാ? കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോൺ മത്തായി ആണ്.
കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാ? തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് സർ CP രാമസ്വാമി അയ്യറാണ്. സർ CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ ജാൻസി ജെയിംസ് ആണ് കേട്ടോ. ജാൻസി ജെയിംസ് ആദ്യത്തെ വനിത, കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജാൻസി ജെയിംസ് ആണ്. ജാൻസി ജെയിംസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ക്യുസാറ്റ് ഉണ്ട്. ക്യുസാറ്റ് അതായത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു ക്യുസാറ്റിൻ്റെ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. വേലുത്തമ്പി ദളവയുടെ അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് ഓപ്ഷൻ ബി മണ്ണടി. മണ്ണടി. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തലക്കുളമാണ്. തലക്കുളം. വേലുത്തമ്പി ദളവയുടെ ജനനം തലക്കുളം. അന്ത്യം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി. ഇനി വേലുത്തമ്പി ദളവയാണ് എന്ത് കുണ്ടറ വിളംബരത്തിന് നേതൃത്വം നൽകിയത്? കുണ്ടറ വിളംബരം നടന്ന വർഷം ചോദിക്കാറുണ്ട്. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. ഇനി സ്ഥിരം ചോദിക്കുന്ന 2-3 സമാധിയാണ്. ശ്രീനാരായണ ഗുരു സമാധി എവിടെയാണ്? ശിവഗിരി. ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. ശിവഗിരി. ഇനി പഴശ്ശിരാജ. പഴശ്ശിരാജയുടെ സമാധി എന്ന് പറയുന്നത് മാവിലാന്തോടാണ്. മാവിലാന്തോടാണ് പഴശ്ശിരാജയുടെ മാവിലാന്തോടാണ് പഴശ്ശിരാജയുടെ സമാധി എന്ന് പറയുന്നത്. ഇനി ചട്ടമ്പി സ്വാമികളുടെ സമാധി ചോദിക്കാറുണ്ട്. എവിടെയാണ്? പന്മനയാണ്. പന്മനയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1984. അപ്പോൾ സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1985 ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാ? അത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഇനി ഈ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നത് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഏത്? സൈലന്റ് വാലി എന്ന് പറയുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. മക്കാക്ക സിലനസ് ആണ്. മക്കാക്ക സിലനസ് എന്നുള്ളതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ സയന്റിഫിക് നെയിം. ഈ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാനായിട്ട് കാരണം. ഈ വെടിപ്ലാവിൻ്റെയും സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ട്. കുലീനിയ എക്സാറിലാറ്റ. കുലീനിയ എക്സാറിലാറ്റ എന്നുള്ളതാണ് നമ്മുടെ വെടിപ്ലാവിൻ്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നുണ്ട്. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം വെടിപ്ലാവിൻ്റെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ സയന്റിഫിക് നെയിമാണ് കുലീനിയ എക്സാറിലാറ്റ. സിംഹവാലൻ കുരങ്ങുകളുടേത് മക്കാക്ക സിലനസ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ഏതാണ്? അത് പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തടാകമാണ്. അതുപോലെ തന്നെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള തടാകം ചോദിച്ചാലും ഏതാണ്? പൂക്കോട് തടാകമാണ്. വടക്കേ അറ്റത്തുള്ള തടാകം ചോദിച്ചാലും പൂക്കോട് തടാകമാണ്. ഈ പൂക്കോട് തടാകത്തിന്റെ ആകൃതി ചോദിക്കും. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയാണ്. ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ ഏതാണ്? ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായലാണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അതിന്റെ ആകൃതി എന്താ? എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. എഫ് ആകൃതിയിൽ കേട്ടോ. അടുത്തത്, ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്?
കൊല്ലം ജില്ലയിലാണ്. ഓപ്ഷൻ ബി, കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. വർഷം കൂടെ ഓർത്തിരിക്കുക, 1958. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1984 ഓർത്തിരിക്കുക. 1984. ഇതിന്റെ പ്രത്യേകത എന്താ? ചെന്തുരുണിയുടെ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇനി 1984 തന്നെയുള്ള കുറച്ച് വന്യജീവി സങ്കേതങ്ങളുണ്ട്. ചെന്തുരുണി നമ്മൾ പറഞ്ഞു. കൂടാതെ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷം 1984 തന്നെയാണ്. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താ? നക്ഷത്ര ആമകളും ചാമ്പൽ മലയണ്ണാനും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. നക്ഷത്ര ആമയും ചാമ്പൽ മലയണ്ണാനും കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇനി 1984 തന്നെയുള്ള മറ്റൊരു വന്യജീവി സങ്കേതമാണ് ചിമ്മിനി വന്യജീവി സങ്കേതവും വർഷം 1984 തൃശ്ശൂർ ജില്ലയിലാണ്. ഇതെല്ലാം ജില്ലകൾ ചോദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിനി വന്യജീവി സങ്കേതം. ദെൻ ആറളം വന്യജീവി സങ്കേതം ചോദിക്കാറുണ്ട്. ആറളം വന്യജീവി സങ്കേതവും 1984 കണ്ണൂർ ജില്ലയിലാണ്. ആറളം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഇനി അവസാനം രൂപം കൊണ്ടതാണ് 2019 വന്നിട്ടുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം 2019 ജില്ല ചോദിക്കും. മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. വർഷം 1940. 1940. ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി 1940 മുതിരപ്പുഴയിൽ സ്ഥാപിക്കുന്ന സമയത്ത് ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിക്കും. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണേത്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ് രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. വർഷം 1954 വരുന്നത്. അതും മുതിരപ്പുഴയിൽ തന്നെയാണ് കേട്ടോ. മുതിരപ്പുഴയിൽ തന്നെയാണ് 1954. ഇനി ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കിയാണ്. ഏറ്റവും വലുത് ഇടുക്കിയാണ്. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി ചോദിക്കാറുണ്ട്. 780 മെഗാവാട്ടാണ്. 780 മെഗാവാട്ടാണ്. വർഷം 1975 ഒക്ടോബർ 4 കേട്ടോ. 1975 ഒക്ടോബർ 4. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം ചോദിക്കാറുണ്ട്. കാനഡയാണെന്ന് ഓർത്തിരിക്കുക. കാനഡ. ഓക്കെ, അടുത്ത ചോദ്യം, തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. അപ്പോൾ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണെന്ന് ഓർത്തിരിക്കുക. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഇതൊക്കെ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ്. കണ്ണാടിപ്പുഴ, ഗായത്രിപ്പുഴ, തൂതപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ്? തൃപ്പാമല എന്ന് ഓർത്തിരുന്നാൽ മതി. തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് എന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ് കേട്ടോ. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ അർച്ചന മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു.
അടുത്തത് മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയ മഹാൻ ആര്? മിശ്രഭോജനം നടത്തിയതിന് നേതൃത്വം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തുന്നത്. ഇനി സമപന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിക്കും. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം. ഇനി പന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാലോ, പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യയാണ് പന്തി ഭോജനം നടത്തുന്നത്. പ്രീതി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദൻ. അപ്പോൾ സമപന്തി ഭോജനവും പന്തി ഭോജനവും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അല്ലേ. അപ്പോൾ സമത്വ സമാജത്തിന്റെ സമ വെച്ച് തുടങ്ങുന്ന സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമിയും വെറും പന്തി ഭോജനമാണെങ്കിൽ തൈക്കാട് അയ്യ ആയിരിക്കും. പ്രീതി ഭോജനമാണെങ്കിൽ വാഗ്ഭടാനന്ദൻ. അപ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രീതിപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. പ്രീതി ഭോജനം ആരാണ്? വാഗ്ഭടാനന്ദനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് കുന്നത്തൂർ താലൂക്കാണ് കേട്ടോ. കുന്നത്തൂർ താലൂക്കാണെന്ന് ഓർത്തിരിക്കുക. വി.ടി. ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി സമുദായം. ഗാന്ധിജി വൈക്കത്ത് എത്തിയ വർഷം 1925. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. കേരള ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ഓർത്തിരിക്കുക, 1924. ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? ഹോം റൂൾ ലീഗിന്റെ ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? കെ പി കേശവ മേനോൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. വർഷവും കൂടെ ഓർത്തിരിക്കുക, 1897. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം വെങ്ങാനൂരാണ് സ്ഥിതി ചെയ്യുന്നത്. വെങ്ങാനൂർ. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഫ്ലാഗ് കോഡ് നിലവിൽ വരുന്നത് 2002 ജനുവരി 26. കണക്റ്റിംഗ് ഇന്ത്യ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മുദ്രാവാക്യമാണ്? കണക്റ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് BSNLന്റെ മുദ്രാവാക്യം. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു, ഓപ്ഷൻ സി, 1950 ജനുവരി 24. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം എത്രയാണ്? മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3 ആണ്. ഭാഗം 3. ആർട്ടിക്കിൾ ചോദിച്ചാൽ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത്, മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. വർഷം 1976. 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പിന്നീട് 11ാമത് മൗലിക കടമയായിട്ട് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. അത് ഏത് ഭേദഗതിയാണ്? 86ാം ഭരണഘടനാ ഭേദഗതി, വർഷം 2002. 86ാം ഭേദഗതി, വർഷം 2002 എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ 44ാം ഭേദഗതിയുടെ വർഷം ചോദിക്കാറുണ്ട്. 1978. 1978 44ാം ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്തത്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. സ്വത്തവകാശം നിലവിൽ എന്തവകാശമാണ്? നിയമാവകാശമാണ്. നിയമാവകാശം ഇപ്പം ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 300A സ്വത്തവകാശമുള്ളത് എന്നും ഓർത്തിരിക്കുക.
ഇനി ഇന്ത്യയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക അവകാശങ്ങളുടെ എണ്ണം നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിൽ വി ഹരിനായർ ആണ്. വി ഹരിനായർ ആണ് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കുവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സ്. ഏതു ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ബംഗാളി ഭാഷ. ബംഗാളി ഭാഷയിലാണ് വന്ദേമാതരം രചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, സസ്യങ്ങളിലെ ശ്വസനവാതകം. സസ്യങ്ങളിലെ ശ്വസനവാതകം ഓപ്ഷൻ സി ആണ്, ഓക്സിജൻ ആണ്. ഓക്സിജൻ. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും, ഓക്സിജനെ കുറിച്ച് സ്ഥിരം ചോദിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും ഓക്സിജൻ ആണ്. അതേപോലെ തന്നെ കത്താൻ സഹായിക്കുന്ന വാതകം, കത്താൻ സഹായിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാലും ഓക്സിജൻ ആണെന്ന് ഓർത്തിരിക്കുക. ഈ ഓക്സിജൻ കണ്ടുപിടിച്ചത് ആര്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. ഇത് SCERT ഉള്ളതാണ്. എന്നാൽ ചില സമയത്ത് കാൾ ഷീലെ എന്ന് പറയുന്ന ഒരു പേരും കൂടെ കാണാറുണ്ട്. അപ്പോൾ കാൾ ഷീലെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് കേട്ടോ. PSC അതും ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലും ജോസഫ് പ്രീസ്ലി ആണ് ഉണ്ടായിരിക്കുക, SCERT ഫാക്റ്റ് ആയതുകൊണ്ട്. എന്നാൽ ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി അല്ലെങ്കിൽ കാൾ ഷീലെ എന്ന് പറയുന്നുണ്ട്. ഈ ഓക്സിജന് പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ലാവോസി ആണ്. ലാവോസി ആണ്. ഓക്സിജനും അതുപോലെ തന്നെ ഹൈഡ്രജനും പേര് നൽകിയത് ആരാണ്? ലാവോസി ആണെന്ന് ഓർത്തിരിക്കുക. ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാ? അറ്റോമിക നമ്പർ 8 ആണ്. 8 ആണ് ഓക്സിജന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. O3 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓസോൺ ആണ്. ഓസോൺ ആണ് O3 എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏത് എന്നുള്ളത്. അതിന് മുൻപ് ഒരു പോയിന്റ് കൂടെ ഒന്ന് ഓർത്തിരിക്കണേ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് ചോദിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21% ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ, ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും അത് ഓക്സിജൻ ആണെന്ന് ഓർത്തിരിക്കുക. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ചോദിച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന വാതകം ഏതാണ്? അത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ അകത്തേക്ക് എടുക്കുന്ന വാതകം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും, പുറന്തള്ളുന്ന വാതകം ചോദിച്ചാൽ ഓക്സിജനുമാണ്. രാത്രികാലത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ചോദിച്ചാൽ ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. മോണോട്രോപ്പ എന്ന് പറയുന്നത്. ഈ മോണോട്രോപ്പ, നിയോട്ടിയ, അതുപോലെ തന്നെ നമ്മുടെ പൂപ്പല്, ഇതൊക്കെ എന്താണ്? ശവോപജീവികളാണ്. എന്താണ് ശവോപജീവികൾ? ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണ ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെയാണ് ശവോപജീവികൾ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് മോണോട്രോപ്പ, നിയോട്ടിയ, പൂപ്പൽ എന്നിവയെല്ലാം. ഓക്കെ. പിന്നെ ചോദിക്കുന്നതാണ്, PSC എപ്പോഴും ചോദിക്കുന്നതാണ് പാരാസൈറ്റ്സ്, പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. പരാത സസ്യങ്ങൾ. പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകളും വേരുകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി മറ്റുള്ള ആതിഥേയ സസ്യങ്ങളിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെയാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുക. അതിന് എക്സാമ്പിൾ ആണ് എപ്പോഴും ചോദിക്കാറുള്ളത് ഇത്തിൽ കണ്ണി, അതുപോലെ മൂടില്ലാ താളി. ഇത്തിൽ കണ്ണി, മൂടില്ലാ താളി എന്നിവയാണ് പരാത സസ്യങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സങ്കര ഇനം വെണ്ട ഏത്? തന്നിരിക്കുന്നതിൽ സങ്കര ഇനം വെണ്ട എന്ന് പറയുന്നത് സൽകീർത്തിയാണ്. സൽകീർത്തി. സൽകീർത്തി എന്ന് പറയുന്നത് വെണ്ടയാണ് എന്ന് ഓർത്തിരിക്കുക. അക്ഷയ എന്താ? അക്ഷയ എന്ന് പറയുന്നത് തക്കാളിയാണ്. ഹരിത, ഹരിത എന്ന് പറയുന്നത് വഴുതനയാണ്. അന്നപൂർണ എന്ന് പറയുന്നത് നെല്ലാണ്. അന്നപൂർണ, ഹ്രസ്വ, പവിത്ര ഇതെല്ലാം നെല്ലാണ്. ഹരിത, സൂര്യ, ശ്വേത, നീലിമ ഇതെല്ലാം വഴുതനയാണ്. അക്ഷയ, മുക്തി,
അനഘ, ഇതൊക്കെ എന്താണ്? തക്കാളിയാണെന്ന് ഓർത്തിരിക്കുക. അതൊക്കെ SCERT-യിലുള്ളതാണ്. അതുപോലെ SCERT-യിൽ കൊടുത്തിട്ടുള്ള തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ നമുക്കറിയാം. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അതുപോലെ ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര, ഇതൊക്കെ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. പിന്നെ പയറിൻ്റേത് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ഇതൊക്കെ എന്താണ്? പയറിൻ്റെ സങ്കര ഇനങ്ങളാണ്. ഓക്കെ. അതുപോലെ പ്രിയങ്ക എന്ന് പറയുന്നത് പാവലിൻ്റെ സങ്കര ഇനങ്ങളാണ്. പിന്നെ പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ, ഇതൊക്കെ എന്താണ്? പച്ചമുളകിൻ്റെ സങ്കര ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, മുതിര. എന്താണ് റൈസോബിയം ബാക്ടീരിയ? നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ആണ് അസറ്റോബാക്ടറും റൈസോബിയവും. അതിലെ റൈസോബിയം എന്ന് പറയുന്നത് പയറ് വർഗ്ഗങ്ങളിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ കാണപ്പെടുന്നതാണ് റൈസോബിയം. സസ്യങ്ങളുടെ വേരുകളിൽ കാണപ്പെടുന്നതാണ് റൈസോബിയവും അസറ്റോബാക്ടറും നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ ഡി ആണ്, വിറ്റമിൻ സി. വിറ്റമിൻ സിയും വിറ്റമിൻ ബിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. അപ്പോൾ WBC എന്ന് ഓർത്തു വെച്ചാൽ മതി. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് ബിയും സിയും ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതൊക്കെയാ? കൊഴുപ്പ് ശരീരത്തിന് കേടാ എന്ന് ഓർത്താൽ മതി. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. പിന്നെ PSC സ്ഥിരം ചോദിക്കുന്നതാണ്, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത്, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഒക്കെ ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താ? അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് എന്ത്? സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന സ്കർവി ആണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗം. ഇനി വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ്. ഏത്? വൈറ്റമിൻ ഡി. സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. അസ്ഥികളെ ബാധിക്കുന്ന അസുഖമാണ്. അടുത്തത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ എന്നിവയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ. അടുത്തത് വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് ഫിലോക്യുനോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗമാണ് രക്തസ്രാവം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെയുടെ അപര്യാപ്തത രോഗം ഏതാണ്? രക്തസ്രാവമാണെന്ന് ഓർത്തിരിക്കുക. ഇനി വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് ഏത്? വന്ധ്യത എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നമ്മുടെ തവിടിലൊക്കെ കാണപ്പെടുന്നത് വൈറ്റമിൻ ബി ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത് ബെറിബെറിയാണ് വൈറ്റമിൻ ബിയുടെ അപര്യാപ്തത രോഗം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതി. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതിയാണ് കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കായിക പ്രജനനം എന്താണെന്ന് പറയുന്നതൊക്കെ SCERT-യിൽ പഠിക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ എന്താണ്? വിത്തിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവുന്നത്.
നിന്നും പുതിയ ചെടി ഉണ്ടാവുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം. അതിന് എക്സാമ്പിളാണ് മുളക്, പയറ്, ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അടുത്തത് പതിവയ്ക്കൽ. പതിവയ്ക്കൽ എന്ന് വെച്ചാൽ ലെയറിംഗ് ആണ്. അതായത് മാതൃചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുത്ത് അല്പം തൊലിയൊക്കെ കളഞ്ഞ് അതിലെ മണ്ണും മരപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ കൂടെ കെട്ടിവെച്ച് വേര് മുളപ്പിച്ചതിന് ശേഷം മുറിച്ചു നടുന്നതിനെയാണ് പതിവയ്ക്കൽ എന്ന് പറയുക. ഈ പതിവയ്ക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മുല്ല, ചെമ്പരത്തി, റോസ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പതിവയ്ക്കൽ ചെയ്യാറുണ്ട്. അടുത്തത് മുകുളനം. മുകുളനം എന്ന് പറഞ്ഞാൽ ബഡ്ഡിംഗ് ആണ്. അതായത് ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കമ്പൊട്ടിക്കുന്നതിന് പകരം ബഡാണ് ഒട്ടിക്കുക, മുകുളമാണ് ഒട്ടിക്കുന്നത്. അതിനെയാണ് മുകുളനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് ഏത്? വൃക്ക. വൃക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അരിപ്പ, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൃക്കയാണെന്ന് ഓർത്തിരിക്കുക. ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? വൃക്കയാണ്. ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? വൃക്കയാണ്. രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകമായ നെഫ്രോൺ ആണ്. നെഫ്രോൺ. രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകമായ നെഫ്രോൺ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി കരളിനെ കുറിച്ച് സ്ഥിരം ചോദിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലും ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാലും ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചാലും കരളാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയിഡ് ഗ്രന്ഥി. അടുത്ത ചോദ്യം, ദഹന വ്യവസ്ഥയുടെ ഏതു ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത്? ദഹന പ്രക്രിയ പൂർത്തിയാവുന്നത് ചെറുകുടലിൽ വച്ച്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അപ്പോൾ തോട്ടമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ക്യാഷ് വേണം എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. കാസർഗോഡാണ് തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? സ്പൈസസ് നമ്മൾ ചേർത്തുന്നത് കോഴിക്കറിയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ കോഴിക്കോടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇനി കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. ദെൻ കാർഷിക സർവകലാശാല, കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സ്ഥിരം ചോദിക്കുന്നതാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുണ്ടേലാണ്. കാപ്പി ചുണ്ടേൽ വെച്ച് കുടിക്കുന്നെന്ന് ഓർത്താൽ മതി അല്ലേ? അപ്പൊ കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ? കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയമാണ്. ദെൻ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത്, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം എന്ന് പറയുന്നത് സോഡിയമാണ്. ഇനി PSC സ്ഥിരം ചോദിക്കുന്നത് ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാന്ന് ചോദിക്കാറുണ്ട്. ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ്? മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകം. ഇനി കണ്ണീരിൽ അടങ്ങിയിട്ടുള്ള മൂലകം ചോദിക്കാറുണ്ട്. കണ്ണീരിൽ അതുപോലെ ഇൻസുലിൻ അതുപോലെ കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ചോദിച്ചാൽ സിങ്ക് ആണെന്ന് ഓർത്തിരിക്കുക. സിങ്ക്. ദെൻ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്ന മൂലകം കാൽഷ്യം ആണെന്ന് ഓർത്തിരിക്കുക. കാൽഷ്യം. അടുത്ത ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ. ത്രികങ്ങൾ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനാണ് ഡൊബറൈനർ ആണ് ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇനി ഇവിടെ മെന്റലിയഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആരാണ് മെന്റലിയഫ്?
ആവർത്തന പട്ടികയുടെ പിതാവ്, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലിയഫ് ആണ്. മെൻഡലിയഫ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ, അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ. ഇനി മോസ്ലി ആരാണ്? ആധുനിക ആവർത്തന പട്ടിക, മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ്. ഓക്കെ, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാണ് മോസ്ലി ഈ പറയുന്ന ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ അറ്റോമിക മാസ്, ഇവിടെ അറ്റോമിക നമ്പർ. ഇനി ന്യൂലാൻഡ്സിന്റെ പ്രത്യേകത എന്താ? അഷ്ടക നിയമം കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. അപ്പോൾ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് മോസ്ലി. അതുപോലെ തന്നെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ആരാണ്? മെൻഡലിയഫ് ആണ്. ത്രികങ്ങൾ കൊണ്ടുവന്നത് ഡൊബറൈനർ, അഷ്ടക നിയമം കൊണ്ടുവന്നത് ന്യൂലാൻഡ്സ്. ഇനി മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത്, ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണ്? ലാവോസിയാണ് ലോഹങ്ങൾ അലോഹങ്ങൾ എന്നിങ്ങനെ വർഗീകരിച്ചത് എന്നും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് SI യൂണിറ്റുകൾ നോക്കാം. നീളം, SI യൂണിറ്റിൽ 7 അളവുകളാണ്, അടിസ്ഥാന അളവുകളാണ് വരുന്നത്. നീളത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. നീളം മീറ്റർ. ഭാരത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. ദെൻ സമയത്തിൻ്റെ യൂണിറ്റ് എത്രയാ? സെക്കൻഡ് ആണ് സമയത്തിൻ്റെ യൂണിറ്റ്. ദെൻ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. ദെൻ താപനിലയുടെ യൂണിറ്റ് എന്താ? കെൽവിൻ ആണ് താപനിലയുടെ യൂണിറ്റ്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ യൂണിറ്റ് മോൾ ആണ്. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ. ദെൻ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ, ഭാരത്തിൻ്റേത് കിലോഗ്രാം, സമയത്തിൻ്റേത് സെക്കൻഡ്, വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ, താപനില കെൽവിൻ, പദാർത്ഥത്തിൻ്റെ അളവ് മോള്, പ്രകാശ തീവ്രതയുടേത് കാൻഡില എന്നിവയാണ്. അടുത്തത്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, അതിന് മുൻപൊരു ചോദ്യമുണ്ട്. ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ A ആണ് ഹേമറ്റൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, അയൺ പൈറൈറ്റ്സ് ഉണ്ട്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ് ഇതൊക്കെ ഇരുമ്പിൻ്റെ അയിരാണ്. ബോക്സൈറ്റ് എന്തിൻ്റെ അയിരാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റും അതുപോലെ ക്രയോലൈറ്റും ബോക്സൈറ്റും എന്താണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ്. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റ്. മോണോസൈറ്റ് എന്ന് പറയുന്നതോ തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാ? ഓപ്ഷൻ D ആണ് വ്യാഴം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ് പ്രോട്ടോണിനാണ് പോസിറ്റീവ് ചാർജ്. ഒരാറ്റത്തിലെ കണങ്ങൾ ഏതൊക്കെയാ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിനാണെങ്കിൽ നോ ചാർജ് ഇല്ലാത്ത കണമാണ് ഏത്? ന്യൂട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോണ് പോസിറ്റീവ്, ഇലക്ട്രോണ് നെഗറ്റീവ്. ഓക്കെ, ഇനി ഇതെല്ലാം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട്. പെന്നാർടിസി എന്ന് പറയുന്ന കണക്ഷൻ ഉപയോഗിച്ചാൽ മതി. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക്. ഓക്കെ, അടുത്തത്, ഓക്സിജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ PSCയുടെ ആൻസർ ജോസഫ് പ്രീസ്ലി എന്നുള്ളതായിരുന്നു ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചില പരീക്ഷകൾക്ക് കോൾഷീലെ മാത്രം തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൾഷീലെ ആൻസർ ആയിട്ട് എഴുതണം. അടുത്ത ചോദ്യം, പ്രാഥമിക വർണ്ണം അല്ലാത്തത് ഓപ്ഷൻ C ആണ് മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണം? പച്ച, നീല, ചുവപ്പ്, പനിച്ചു എന്ന് ഓർത്താൽ മതി. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ. ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെ? മഞ്ഞ, മജന്ത, സിയാൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചുവപ്പും പച്ചയും കൂടെ ചേരുമ്പോഴാണ് മഞ്ഞ ഉണ്ടാവുന്നത്. ചുവപ്പും പച്ചയും കൂടെ ചേരുമ്പോൾ മഞ്ഞ. ദെൻ ചുവപ്പും നീലയും കൂടെ ചേരുമ്പോഴാണ് മജന്ത ഉണ്ടാവുന്നത്.
ദെൻ അത് കഴിഞ്ഞ് പച്ചയും നീലയും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സിയാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ദ്വിതീയ വർണ്ണങ്ങൾ: മഞ്ഞ, മജന്ത, സിയാൻ. ചുവപ്പും പച്ചയും കൂടെ ചേരുമ്പോൾ മഞ്ഞ, ചുവപ്പ് നീലയും കൂടെ ചേരുമ്പോൾ മജന്ത, പച്ചയും നീലയും കൂടെ ചേരുമ്പോൾ സിയാൻ എന്നിവയാണ് ഉണ്ടാവുന്നത് ദ്വിതീയ വർണ്ണങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം: സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എത്രയാണ്? സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗം എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 340 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. ഖരപദാർത്ഥങ്ങളിലാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധി ചോദിക്കാറുണ്ട്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ്. 20,000 ഹെഡ്സ് അല്ലെങ്കിൽ 20 കിലോ ഹെഡ്സ് എന്നും കൊടുക്കും. ഓക്കെ, അപ്പോൾ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് ഓർത്തിരിക്കുക. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം എന്ന് പറയുന്നത്. താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജൂളാണ് താപത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗാണെന്ന് ചോദിക്കാറുണ്ട്. എർഗ് എന്ന് പറഞ്ഞാൽ താപത്തിന്റെ CGS യൂണിറ്റ് ആണ്. 10⁻7 എർഗാണ് ഒരു ജൂൾ കേട്ടോ. ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് ജൂൾ എന്ന് പറയുന്നത്. ഗതികോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിലെ എന്താണ് അതിൻ്റെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം അല്ലേ, അതിൻ്റെ ചലനം കൊണ്ടുണ്ടാവുന്നതാണ് എന്ത്? ഗതികോർജം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് എന്ത്? സ്ഥിതികോർജം. സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജവും ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഗതികോർജവുമാണ്. ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ K= കൈനറ്റിക് എനർജിയാണ് ഗതികോർജം അല്ലേ. 12mv² ആണ്. 12mv². സ്ഥിതികോർജമാണെങ്കിലോ mgh ആണ്. mgh ആണ് സ്ഥിതികോർജം. ഗതികോർജം എന്ന് പറയുന്നത് 12mv². അടുത്തത് രാസോർജം വൈദ്യുതോർജമാവുന്ന ഉപകരണം. രാസോർജം വൈദ്യുതോർജമാവുന്ന ഉപകരണമാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ മോട്ടോർ തന്നിട്ടുണ്ട്. മോട്ടോറിൽ എന്താ സംഭവിക്കുന്നത്? വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ജനറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജമാവുന്നു. ബൾബിലാണെങ്കിൽ വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായിട്ട് മാറുന്നു. പ്രകാശോർജവും താപോർജവുമായിട്ടാണ് മാറുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക. പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.